വാട്സപ്പിലും സമൂഹ മാധ്യമങ്ങളിലും വരുന്ന എല്ലാ മെസ്സേജുകളും തുറന്നു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത്തരം അജ്ഞാത മെസ്സേജുകളിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. കൊച്ചി സ്വദേശിയായ യുവാവിന് 10 ലക്ഷം രൂപ നഷ്ടമായത് വാട്സാപ്പിൽ മെസ്സേജായി വന്ന ഒരു APK ഫയൽ തുറന്നപ്പോഴാണ്. കേസിൽ കൊച്ചി സൈബർ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഇന്ത്യയിലെ സൈബർ തട്ടിപ്പ് ശൃംഖലയിലെ പ്രധാന കണ്ണിയിലേക്കാണ്. കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി ധീരജ് ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചക്കിടെ 3ഓളം കേസുകളാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ മട്ടാഞ്ചേരി സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ധീരജ് ഗിരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാട്സ്ആപ്പ് വഴി APK ഫയൽ അയച്ചു നൽകിയായിരുന്നു തട്ടിപ്പ്. പരാതിക്കാരൻ ഫയൽ ഡൌൺലോഡ് ചെയ്തതോടെ അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു. പോലീസിന്റെ സൈബർ വിംഗ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്ന് നിരവധി ബാങ്ക് പാസ്ബുക്കുകളും ATM കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് ധീരജ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ വരും ദിവസവും കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും വാട്സാപ്പിലും മറ്റും വരുന്ന APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. To a victim, Muhammad Ali, a APK file came to his WhatsApp. So his son unknowingly opened that APK file. ട്രേഡിംഗ് ആപ്പ് വഴി 24 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് ഇന്നലെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരട്ടി ലാഭം വാഗ്ദാനം ചെയ്ത റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് 90 ലക്ഷം രൂപയായിരുന്നു ഓൺലൈൻ വഴി കഴിഞ്ഞ ദിവസം തട്ടിയെടുത്തത്. ന്യൂസ് 18 കൊച്ചി.